ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞ് ടീമുകളെല്ലാം അല്ലെങ്കിൽ ടീമുകളുടെ സ്കോഡെല്ലാം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 10 ടീമുകളുടെയും ഇൻഡിവിജ്വൽ സ്കോഡ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാത്തിരിപ്പ് IPL 2025 വാശിയേറിയ ഒരു സീസണ് വേണ്ടിയാണ്. മാർച്ച് 14 മുതലാണ് ഇത്തവണ IPL പുതിയ സീസൺ തുടക്കമാകാൻ പോകുന്നത്. ഞാനിപ്പോൾ എത്തിയുള്ളത് നമുക്കറിയാം, IPL മെഗാ ഓപ്ഷൻ നടന്നപ്പോൾ നവംബർ 25 സെക്കൻഡ് ഡേയിൽ RCB വാങ്ങിയ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, പേര് ജേക്കബ് ബദൽ. വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ആ ഒരു താരത്തെ ഒരു വാശിയേറിയ ബിഡിങ്ങിനൊടുവിൽ RCB അദ്ദേഹത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. ലിയാം ലിവിങ്സ്റ്റണും ഫിൽ സോൾട്ടും റൊമാരിയോ ഷെഫേർഡും ടിം ഡേവിഡ് തുടങ്ങിയ വമ്പൻ അടിക്കാരുള്ള RCBയുടെ നിരയിലേക്കാണ് മറ്റൊരു ഇംഗ്ലീഷ് യുവതാരമായിട്ടുള്ള 21 വയസ്സുകാരൻ ജേക്കബ് ബദൽ കൂടി എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും RCB ആരാധകർക്കിടയിലും ഒരു സംശയമുണ്ട്, ആരാണ് ജേക്കബ് ബദൽ, അല്ലെങ്കിൽ ഇത്ര തുക മുടക്കി എന്തിന് ആ ഒരു പ്ലെയറെ ഇത്രയും കരുത്തുറ്റ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള RCBയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നു. സോ ആരാണ് ജേക്കബ് ബദൽ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. IPL രണ്ടാം ദിനത്തിലായിരുന്നു, നവംബർ 25 ഇംഗ്ലീഷ് ഓൾറൗണ്ടറായിട്ടുള്ള 21 വയസ്സുള്ള യുവതാരം ജേക്കബ് ബദൽ IPL ആ ഒരു ഓപ്ഷൻ പോഡിയത്തിലേക്ക് എത്തിയത്. വാശിയേറിയ ബിഡിങ്ങിനൊടുവിൽ 2.6 കോടി രൂപയ്ക്കാണ് അന്ന് ബദലിനെ RCB സ്വന്തമാക്കിയത്. 1.25 ലക്ഷം രൂപ അടിസ്ഥാന വിലയുമായി ഓപ്ഷനിലേക്ക് എത്തിയ ജേക്കബ് ബദലിൻ്റെ കത്ത് RCB മാത്രമല്ലായിരുന്നു, സൺറൈസേഴ്സ് ഹൈദരാബാദും താരത്തിനു വേണ്ടി അവസാന നിമിഷം വരെ പോരാടി. ഒടുവിൽ 2.60 ലക്ഷത്തിനങ്ങനെ ജേക്കബ് ബദൽ എന്ന ഇംഗ്ലീഷ് യുവ ഓൾറൗണ്ടറെ RCB സ്വന്തമാക്കുകയായിരുന്നു. 21 വയസ്സുള്ള ഇംഗ്ലീഷ് ഓൾറൗണ്ടറാണ് ജേക്കബ് ബദൽ. ഇടങ്കയൻ ഓൾറൗണ്ടർ, അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ആം സ്പിന്നർ കൂടിയാണ് ബദൽ. ഏറ്റവും റീസെൻ്റ് ആയിരുന്നു, അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹം തൻ്റെ അന്താരാഷ്ട്ര മത്സരത്തിൽ അരങ്ങേറ്റം പോലും കുറിച്ചത്. സോ 3 മാസങ്ങൾക്കിപ്പുറം IPL പോലുള്ള വമ്പൻ ടൂർണമെൻറ്റിൽ RCB പോലൊരു വമ്പൻ ടീം അദ്ദേഹത്തെ സ്വന്തമാക്കിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജേക്കബ് ബദലിൻ്റെ പ്ലെയർ എബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്ക് ആ ഒരു ഡിസിഷനിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചേക്കും. നിലവിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വാർവിക്ക്ഷയറിൻ്റെ താരമാണ് ബദൽ. ഏറ്റവും റീസെൻ്റ് അദ്ദേഹം ബിഗ് ബാഷ് ലീഗിൽ മെൽബൺ റെനിഗേഡ്സിനും ഒപ്പം സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിൽ അടുത്ത ജനുവരിയിൽ തുടങ്ങാൻ പോകുന്ന SA20 ലീഗിൽ പാൾ റോയൽസിനും വേണ്ടി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ഡെബ്യൂ മാച്ച് കളിച്ചത് സെപ്റ്റംബർ 11 ആയിരുന്നു. അതും കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അദ്ദേഹം അന്ന് തൻ്റെ ഡെബ്യൂ മാച്ച് കളിച്ചത്. മത്സരത്തിൽ ആദം സാംബയ്ക്കെതിരെ 1 ഓവർ 20 റൺസ് അടിച്ചുകൊണ്ടാണ് തൻ്റെ T20 കരിയറിനൊരു അവിസ്മരണീയ തുടക്കം യുവതാരം കുറിച്ചത്. ഏറ്റവും റീസെൻ്റ് അദ്ദേഹം T20 മത്സരം കളിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു. അന്ന് ആ ഒരു സീരീസിലാണ് തൻ്റെ ആദ്യ തൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ ഹാഫ് സെഞ്ചുറി കുറിച്ചതും. 7 T20 മത്സരങ്ങളാണ് ഇതുവരെ ജേക്കബ് ബദൽ കളിച്ചിട്ടുള്ളത്. 7 മത്സരങ്ങളിൽ നിന്നായി 173 റൺസാണ് 160 സ്ട്രൈക്ക് റേറ്റിൽ താരം നേടിയിട്ടുള്ളത്. ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളർ കൂടിയാണ് ജേക്കബ് ബദൽ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ 6 ഹിറ്റിംഗ് എബിലിറ്റിയൊക്കെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലും മിഡിൽ ഓർഡർ ബാറ്റിങ്ങിലും ഒരുപോലെ കരുത്ത് തെളിയിച്ച താരമാണ് ബദൽ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസിനായിട്ടുള്ള സീരീസിലായിരുന്നു അദ്ദേഹം തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഹാഫ് സെഞ്ചുറി നേടിയത്. സോ ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു T20 അന്താരാഷ്ട്ര മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇപ്പോൾ ജേക്കബ് ബദലിൻ്റെ സ്വന്തം പേരിലാണ്. സോ ഇതാണ് ജേക്കബ് ബദൽ. നമുക്കറിയാം, ഏറ്റവും റീസെൻ്റ് അദ്ദേഹത്തെ വരാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസിനുള്ള സ്കോഡിലും ഇംഗ്ലണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 3-ാം നമ്പറിലായിരിക്കും അദ്ദേഹത്തെ ബാറ്റിങ്ങിന് ഇറക്കുകയെന്ന് ഇംഗ്ലണ്ട് മാനേജ്മെൻറ്റും ECBയും ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. സോ അങ്ങനെ 2.60 ലക്ഷത്തിന് RCB നിരയിലേക്ക് എത്തിയ ലിയാം ലിവിങ്സ്റ്റണിനെയും ഫിൽ സോൾട്ടിനെയും നാട്ടുകാർ ജേക്കബ് ബദൽ ഇത്തവണ RCB നിരയിൽ ഒരു കരുത്തുറ്റ താരമായി മാറിയേക്കും. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹതാരമായിട്ടുള്ള RCBയിലും അദ്ദേഹത്തിൻ്റെ സഹതാരമായിട്ടുള്ള ഫിൽ സോൾട്ടും താരത്തെ RCB സൈൻ ചെയ്തതിനെ കുറിച്ചൊരു മികച്ച ട്വീറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജേക്കബ് ബദലിനെ സ്വന്തമാക്കിയത് ഡിസിഷൻ RCB സംബന്ധിച്ച് വളരെ മികച്ച തീരുമാനമായിരിക്കുമെന്നും അടുത്ത സീസണിൽ അദ്ദേഹം തൻ്റെ RCB ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കരുത്തുറ്റ പോരാളിയായിരിക്കുമെന്നും ഫിൽ സോൾട്ടും ഇതിനോടകം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി അറിയിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം, ജേക്കബ് ബദൽ അടുത്ത സീസണിൽ RCBയുടെ ഒരു വജ്രായുധം തന്നെ മാറാൻ പോവുകയാണ് ജേക്കബ് ബദൽ എന്ന ഇംഗ്ലീഷ് സ്റ്റാർ ഓൾറൗണ്ടർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.